വേലനിലം ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ ആവേശകരമായി മുണ്ടക്കയം പഞ്ചായത്ത് തല പ്രവേശനോത്സവം നടന്നു. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് വേലനിലം ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ മുണ്ടക്കയം പഞ്ചായത്ത് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുസമ്മ മാത്യു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം മികവുറ്റതാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുസമ്മ മാത്യു പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മളുടെ ഉത്തരവാദിത്തം അവിടെ കൊണ്ട് ചെയ്തു. പിന്നെ 4 മണി വരെയും നമ്മുടെ ടീച്ചേഴ്സാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. അവരുടെ ഇഷ്ടത്തിന് അവരെ കറക്റ്റ് ഇരുത്താൻ നമ്മുടെ മാതാപിതാക്കളെ കഷ്ടപ്പെടുന്നു. അപ്പൊ 4 മണി വരെ ഈ കുഞ്ഞു കുട്ടികളെ എത്രമാത്രം നോക്കിയാലാണ് ടീച്ചേഴ്സ് അവരെ ഒരു പരിധിവരെ കൊണ്ടുനടന്ന് അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് അധ്യാപകരെ പറ്റി അവരുടെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അധ്യാപകർ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണോ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് തന്നെ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. നമ്മുടെ അധ്യാപകരെ സ്നേഹിക്കാനും അവരെ എത്രയധികം ബഹുമാനിക്കാവോ അത്രയധികം ബഹുമാനിച്ച് മുന്നോട്ട് പോകണമെന്നൊക്കെ നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ അത് കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി വിടണം. സ്കൂൾ SMC ചെയർമാൻ ഷിജോ മാത്യു യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ സിന്ധു KM സ്വാഗതം ആശംസിച്ചു. നവാഗതരെ സ്വീകരിക്കുന്ന ചടങ്ങിന് പുറമെ കുട്ടികൾക്കുള്ള വിവിധ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC ശിവകുമാർ നിർവഹിച്ചു. യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോസമ്മ ജോണും പാഠപുസ്തക വിതരണം വാർഡ് മെമ്പർ സൂസൻ ജോമിയും നിർവഹിച്ചു. ചടങ്ങിൽ LSS ജേതാക്കളെ 23ാം വാർഡ് മെമ്പർ CV അനിൽകുമാർ അനുമോദിച്ചു. ആധുനിക കാലത്ത് കുട്ടികൾ ഏറെ അത്യാവശ്യമായ സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള പ്രതിജ്ഞ ആതിര S നായർ ചൊല്ലിക്കൊടുത്തു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കുട്ടികളിലും രക്ഷിതാക്കളിലും അവബോധം സൃഷ്ടിക്കുവാനായി ലഹരി ഉപയോഗം ദൂഷ്യഫലങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി കോർഡിനേറ്ററുമായ ജിബിൻ ഡൊമിനിക് ക്ലാസിന് നേതൃത്വം നൽകി. SRG കൺവീനർ ആഗ്നസ് ആനി ജോസഫ് ചടങ്ങിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി.